ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റോൺ ലേസ് വെച്ചൊരു അടിപൊളി ഹെയർ ബോ ആണ്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വള, അതേപോലെ അങ്ങനത്തെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലിലാണ് അതിന് പെയർ ചെയ്ത്. അപ്പോൾ ഇത് നമുക്ക് ഓണം റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ പാർട്ടി വെയർ, നമ്മളിപ്പോൾ വൈറ്റ് ഗൗണ്, വൈറ്റിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്റ്റോൺ ലേസ് എടുത്തത് ഈ ഒരു ഹെയർ ബോ സൈസിൽ കട്ട് ചെയ്ത് വേണേൽ നമുക്ക് എടുക്കാം. അത് അല്ല എങ്കിൽ നമ്മൾ ഇതേപോലെ നമുക്ക് പല ഷേപ്പാക്കി നമുക്ക് ഇതേപോലെ എത്ര വേണോ അതിനനുസരിച്ച് മുറിച്ചും എടുക്കാം, എങ്ങനെ വേണേലും എടുക്കാവേ. കാരണം ഇപ്പം ഞാൻ മുറിച്ചാണ് കാണിക്കുന്നത്. അതെല്ലാം മുറിക്കാതെ നിങ്ങൾക്ക് ഇത്രയും ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനെങ്കിൽ ഈ സ്റ്റോൺ ലേസ് വെറുതെ ആദ്യം ഫുള്ളി ഹെയർ ബോയിൽ ഒട്ടിച്ച് വെച്ചിട്ട് ഈ ഫ്ലവർ എവിടെയെങ്കിലും ഒരു സൈഡിൽ ചുറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ആ വയർ ഫിഷിംഗ് വയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ടൈ ചെയ്താൽ മതി. അതല്ല എങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ബാക്കി അലിഗേറ്റർ ക്ലിപ്പിലോ എന്തെങ്കിലും വേണമെങ്കിലും ഡിസൈൻ ചെയ്യാൻ എടുക്കാം. ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്ന മോഡൽ ചെയ്യുകയാണെങ്കിൽ, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫുള്ളി ഹെയർ ബോ നമ്മുടെ സ്റ്റോൺ ലേസ് ഒട്ടിച്ചിട്ട് പിന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ബീഡ്സ് എല്ലാം ഊരി, അതേപോലെ തന്നെ പുറകിലുണ്ടായിരുന്ന ബീഡ്സും ഫ്ലവറും പുറകിലൊരു വേറെ 2 സാധനങ്ങളുണ്ടാവുമല്ലോ ബീഡ്സ്, അപ്പോൾ അതൊക്കെ ഊരിയിട്ടുണ്ട്. ഇതേപോലെ സിമ്പിളായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഫ്ലവറും അതിൻ്റെ മുകളിലെ ഗോൾഡനും ഫിഷിംഗ് വയർ ഉപയോഗിച്ചെല്ലാം ഞാൻ ടൈ ചെയ്യാണ്. ഇതിൽ നമ്മൾ എൻഡ് ടേപ്പ് താഴെ ഒട്ടിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഫിഷിംഗ് വയർ കെട്ടിട്ടിട്ടില്ല, ജസ്റ്റ് ഇതേപോലെ മടക്കി വെച്ചിട്ട് ഇതേപോലെ ടൈ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻഡ് ഇങ്ങനെ തള്ളി നിൽക്കുന്നത്. അതൊക്കെ കെട്ടി ഇങ്ങനെ കെട്ടിപ്പോകുമ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ്ലി മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനും പറ്റുമേ. ഇത് ഫുള്ള് ചുറ്റി കഴിഞ്ഞതിന് ശേഷം ഫ്ലവേഴ്സ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് ഇതേപോലെ ഞാൻ ഫിഷിംഗ് വയർ ഉപയോഗിച്ച് ടൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു അവസാനം ആദ്യം എൻഡ് ടേപ്പ് ഒട്ടിക്കുന്ന ഈ ഒരു മോഡലിൽ തന്നെയാണ്. അവസാനം വരുമ്പോൾ ഞാനത് ഫുൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, എൻഡ് ടേപ്പ് എങ്ങനെ ഒട്ടിക്കുന്നതെന്ന്. ഒട്ടിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഫ്ലവർ ആദ്യം ഇട്ടു, അത് കഴിഞ്ഞ് ഇതേപോലെ ബീഡ്സും ഇട്ടു. ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ ഇറക്കുന്നില്ല, ഞാൻ ബീഡ്സ് മാറ്റിയിട്ടാണ് ഇറക്കുന്നത്. നിങ്ങൾ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എടുത്താൽ ബീഡ്സ് താഴെ പോവും, ഫ്ലവറും ഇരിക്കില്ല. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണാം ബീഡ്സ് ഒരു വള്ളിയിലേ ഉള്ളൂ, മറ്റേ വള്ളിയിൽ ബീഡ്സ് ഇല്ല. ജസ്റ്റ് ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഇറക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ടൈ ചെയ്ത് വെക്കാം, അപ്പോൾ ഫ്ലവർ ഇളകി പോകത്തില്ല. അത് കഴിഞ്ഞ് 2-3 റൊട്ടേഷൻ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവറും ഇളകില്ല, നമുക്ക് അടുത്ത ഫ്ലവർ ഒട്ടിക്കാനുള്ള സ്പേസും കിട്ടും. പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. നിങ്ങൾക്ക് പുതിയ ഓരോ വീഡിയോസും അപ്ഡേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ്. ഇതിൽ വന്നിട്ട് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസാണ് നമ്മളിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഓർഡർ തരാൻ പറ്റും. ഇതേപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ട് തന്നെ ഇതേപോലെ ഞാൻ ഫുള്ള് ചുറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നമ്മുടെ ഫിഷിംഗ് വയർ തന്നെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ സ്റ്റോൺ ലേസ് ഫുള്ള് ഇതേപോലെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ പോവത്തേ ഇല്ല. നല്ല ആ സൈഡിലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സൈഡിലെ ഒരു ഡെക്കറേഷനൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കാണത്തില്ല കേട്ടോ. ചുറ്റുമ്പോൾ നല്ല ഭംഗിയിൽ സ്റ്റോൺസ് മാത്രം ഇങ്ങനെ എടുത്ത് നിൽക്കും. കാരണം പ്ലാസ്റ്റിക്കൊക്കെ സൈഡിൽ നമ്മുടെ മെറ്റൽ ഹെയർ ബോയിലേക്ക് ഒട്ടിയിരിക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റ് മാത്രം ഞാൻ ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കെട്ടിട്ടിട്ട് എൻഡ് ടേപ്പ് വെച്ച് ഞാൻ ടൈ ചെയ്യുമ്പോൾ ഫുള്ളി നല്ല വൃത്തിക്ക് ഇരുന്നോളും, പോവത്തില്ല. നിങ്ങൾക്ക് സ്റ്റോൺ ലേസിന് ഇത് വയർ ഹെയർ ബോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ മെറ്റലിൻ്റെ ഹെയർ ബോ വേണം. അതേപോലെ തന്നെ ഗിയർ വയർ ഉപയോഗിക്കുന്നതിൽ നല്ലത് ഫിഷിംഗ് വയർ ആകുമ്പോൾ കാണത്തില്ല. ഗിയർ വയർ നമുക്ക് ആ ചുറ്റിയ ഗോൾഡൻ അല്ലെ സിൽവർ ഇങ്ങനെ കാണാൻ പറ്റും. ഫിഷിംഗ് വയർ ഇപ്പോൾ നിങ്ങൾക്കൊരു പ്ലാസ്റ്റിക് എന്തോ ഇങ്ങനെ കിടക്കുന്ന കാണാമെന്നല്ലാതെ കാണത്തില്ല. ഉള്ളിൽ കൂടി എടുക്കുന്ന ഒന്നും നല്ല ഭംഗിയിലും ക്ലിയർ ആയിട്ട് ഇരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിൻ്റെ തന്നെ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്യാം, ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം, മാല ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് മാല ഇതിൻ്റെ ബീഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. സിൽവറിൻ്റെ കളറിലും ആഷ് കളറിലുള്ളത്, അത് ക്രീം കളറിലുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാലാസ് ഉണ്ടാക്കാം. ഇത് ഹെയർ ബോ ബ്രേസ്ലെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ മെറ്റൽ വളയുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തു, ആ വളയിൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ബ്രേസ്ലെറ്റ് രീതിയിൽ കട്ട് ചെയ്ത വളാസാണ് വരുന്നത്.
അങ്ങനെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. ഇതിൻ്റെ ഓണം റിലേറ്റഡ് കുറേ വീഡിയോസ് ഉണ്ട്, നോക്കി നോക്കുക. ബൈ ബൈ, താങ്ക് യു. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും.